ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ മച്ചാമാരെ ചങ്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റി ഒരു യൂസ്ഫുൾ വീഡിയോ കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടാലേ കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങളവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാ സ്റ്റെയർ കയറി വന്ന് ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിലെ ഡൈനിങ് ഹാളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ ഇതാ ഒരു കോമൺ ബാത്റൂം ഉണ്ടല്ലേ മൂലയിൽ. അപ്പോൾ ഈ കോമൺ ബാത്റൂമിൻ്റെ അടിയത്തെ കുറച്ച് ടൈലൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ആ ക്ലോസറ്റൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ കാണുന്ന ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഓൾറെഡി സ്ലോപ്പ് കുറവാട്ടോ ഒന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ അപ്സ്റ്റെയറിൻ്റെ മുകളിൽ സാധാ ക്ലോസറ്റ് വെക്കുമ്പം എന്തായാലും ഒരു സ്റ്റേജ് വരും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സ്റ്റേജിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ 50 സെൻറ്റിയാണ്. അത് നമുക്ക് കയറണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്, രണ്ടത്. അപ്പോൾ അതൊക്കെ പൊളിക്കണം. പിന്നെ ഇതിൻ്റെ നേരെ ബാക്കത്തെ റൂം ടൈലൊട്ടിക്കുന്ന സമയത്ത് ഈ ക്ലോസറ്റിൻ്റെ ഏരിയ എന്ന ചുമരിൻ്റെ അടിയിൽ കൂടെ വെള്ളം ആ റൂമിലേക്ക് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ക്ലോസറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നും പാടെ നമുക്കൊരു വാട്ടർ പ്രൂഫൊക്കെ ചെയ്താണ് സെറ്റപ്പാക്കി ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. കാരണം ഇതേപോലെ പല വീട്ടിലും ചെയ്യാണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ റിനോവേഷൻ എന്തായിക്കോട്ടെ, ചുമര് കട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ പേപ്പറോ ചാക്കോ ദാർപ്പായൊക്കെ ഇടുക. കാരണം മണ്ണൊക്കെ ഒരുപാട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബാത്റൂമിനുള്ളിലത്തെ ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് പൊളിച്ചിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് മണ്ണ ഉണ്ടാവുക. അപ്പം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ അറിയോ, ഈ യൂറോപ്യൻ ക്ലോസറ്റ് എടുക്കണം. അപ്പോൾ ഈ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ക്ലൈൻറ്റിന് ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധനം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രൂ ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലൂസാക്കിയിട്ട് സാധനം എടുത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ കുറച്ച് പഴക്കം ചെന്ന സാധനം ആയതുകൊണ്ട് സാധാ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും ഒന്നും ക്ലൈൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ സിമ്പിളാക്കിയിട്ട് എല്ലാം കണ്ട് പൊട്ടിച്ചുകാണ്ട് ആ റൂട്ട് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതേപോലത്തെ വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റി മസ്റ്റാണ്. വൈറ്റ് ഗ്ലാസ് കണ്ണാട സേഫ്റ്റി ഷൂ ഒക്കെ ഇല്ലാതെ എയിം ഇല്ലാത്ത പോലെ ഈ പണി എടുത്തിക്കുകയാണെങ്കിൽ നമ്മളെ കാൽമലൊക്കെ കുപ്പിച്ചില്ല് പോലത്തെ സാധനം കുത്തി കയറും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ആ സ്റ്റെപ്പ് പൊട്ടിക്കണ കാണിച്ചാൽ ആ സ്റ്റെപ്പ് പൊട്ടിക്കുമ്പോൾ ടൈല് ഇളക്കിയ സമയത്ത് എന്താ ഉണ്ടായത് അറിയോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചാടിക്കണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ സ്ലോപ്പ് ഫ്ലോറിലെ വെള്ളം നേരെ ഒഴുകി വന്ന് ആ സ്റ്റെപ്പ് മേലെ അടിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ടൈലല്ലേ, ആ വെള്ളം നേരെ ചെങ്കല് വലിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്, 4 കൊല്ലമായിട്ടുള്ള വീട്, ഈ വീടിൻ്റെ ബാത്റൂമിൻ്റെ നേരെ ഇപ്പുറം സൈഡത്തെ ചുമരുമേൽ പെയിൻറ്റ് വൾജായി വരുന്നുണ്ട്, പുട്ടി പോയിട്ടുണ്ട്. ഒക്കെ അതിൻ്റെ മെയിൻ കാര്യം എന്താ അറിയോ, ഈ ചെങ്കല്ല് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ച് മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കയറിപ്പോകും. ടൈമിങ് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് കൊല്ലം ചിലപ്പം 1 വരിയൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ 2 വരിയാവും, പിന്നെ 3 വരിയാവും. അപ്പോൾ ഇത് ഈർപ്പം കയറി വന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ നമ്മൾ ബാത്റൂമിൻ്റെ വാൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, 4-2 വെട്രിഫൈഡ് നമുക്ക് വെള്ളം ഏൽക്കാത്ത ടൈലുകൾ അതേപോലെ അതിൻ്റെ ഗ്യാപ്പിൽ അപ്പോക്സിൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിതാ അവിടെ ഒരു 2 വരി കല്ല് നേരെ കെട്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വലിയ റിസ്ക് ഒന്നുമില്ല. കാര്യം എന്താ പറയുക, ഓൾറെഡി ആ ക്ലോസറ്റ് വെച്ച ഏരിയ തന്നെ ആ പൈപ്പിൽ തന്നെ കുടിക്കാൻ മാത്രം മതി. അപ്പം നമ്മൾ പല സൈറ്റിലും ഐഡിയക്ക് അനുസരിച്ച് പല പണി ചെയ്യും. പിന്നെ നിങ്ങൾ വയനാട്ടിൽ ചുരത്തുമേൽ മഞ്ഞ് വീണ് കണ്ടില്ലേ, എന്നാൽ പഴയ കാലത്ത് ക്ലോസറ്റ് വെച്ച കണ്ടില്ലല്ലോ. അങ്ങോട്ടൊക്കെയാണ് മണ്ണിലാണ് ആ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ളത്. വെറും സിമെൻറ്റ് എന്ന് പറഞ്ഞ സാധനമേ തൊട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. പിന്നെ ഞങ്ങൾ ഇതാക്കണേ, ഞങ്ങളെ പ്ലാനിങ് എന്താണെന്നറിയോ, ആ കാണുന്ന 2 വരിയിൽ ഒറ്റ വരി പൊളിച്ചിട്ട് ആ 1 വരി അവിടെ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ കളിഞ്ഞ് കെടുക്കണത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒറ്റ വരി പൊളിക്കാതെ അവിടെ വെച്ചു, മണ്ണൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. കാരണം ഫുള്ള് കൊണ്ടുപോയിട്ടിട്ടില്ല, കാരണം നമുക്ക് ചെറിയൊരു വർക്ക് ബാക്കിയുണ്ട്. പിന്നെ അവിടെ ഒരു പൈപ്പ് കണ്ടില്ല, ആ പൈപ്പ് എന്താണെന്നറിയോ, ആ പൈപ്പ് ഫ്ലഷ് ടാങ്കാണ്. സാധാ ക്ലോസറ്റിലേക്കും ഫ്ലഷ് ടാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി അവിടെ വെക്കാൻ പോണ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ പതിഞ്ഞ ക്ലോസറ്റ്, അപ്സ്റ്റെയറിൽ വെക്കണ പതിഞ്ഞ ക്ലോസറ്റ് ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പതിഞ്ഞ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് ആ ഫ്ലഷ് ടാങ്കിൻ്റെ പൈപ്പ് നമുക്ക് ഒന്നും പാടെ താത്തേണ്ടി വരും. അപ്പോൾ ക്ലൈൻറ്റിനെ മുൻ നിർത്തിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലൈൻറ്റിന് ഞാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ചുമര് മാറി കറക്റ്റായിട്ട് ആ പൈപ്പാണ് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ട്രാപ്പൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഈ ട്രാപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പട്ടി ട്രാപ്പ് പക്ക സെറ്റപ്പിൽ സിമെൻറ്റിൽ ഉറപ്പിച്ച് സാധനമാണ്. അപ്പം നമുക്കത് കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഗ്രൈൻഡറൊക്കെ പൊടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ പണി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊട്ടിയ ക്ലോസറ്റിൻ്റെ സാധനങ്ങളും ആ സെറാമിക്കിൻ്റെ സാധനങ്ങളൊന്നും ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കാക്കാൻ പാടില്ല കേട്ടോ. ഒക്കെ സിമ്പിളാക്കിയിട്ട് ഐഡിയപരമായിട്ട് കൈകാര്യം ചെയ്യണം. പിന്നെ പറയാനുള്ളൊരു മെയിൻ കണ്ടന്റ് എന്താണെന്നറിയോ, ഈ കാണുന്ന റൂമിൻ്റെ എല്ലാ അപ്പുറം ഇപ്പുറമൊക്കെ അപ്സ്റ്റെയറിൽ ടൈലൊക്കെ ഫ്ലോറിൽ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടൈലും പണിക്കാർ ബാത്റൂമിൻ്റെ പണി ഇതേപോലെ ചെയ്യൂല. കാരണം എന്താ, നല്ല എത്ര വലിയ ടൈലും പണിക്കാരാണെങ്കിലും ചില ആൾക്കാർ ഈ ബാത്റൂമിൻ്റെ പണി വേറെ ആരും ചെയ്തോട്ടെ എന്ന് അറിയും. കാരണം കൊത്തിപ്പൊളിക്കുക ചോറ പരിപാടിയാണ്. അപ്പം നമുക്കറിയാലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അറിയോ,
അത് ഫുള്ളായിട്ട് ഫിനിഷാക്കി ട്രാപ്പിൻ്റെ ഏരിയ ഒക്കെ എടുത്ത് പിന്നെ ആ കാണുന്ന അത്രത്തോളം ഏരിയയിൽ ചുമരുമലൊക്കെ മണ്ണ് കെട്ടി കിടന്ന സ്ഥലമല്ലേ അതൊക്കെ ഒന്ന് സീലെടുത്ത് കണ്ടൊന്ന് ഒരതി വൃത്തിയാക്കിയിട്ട് നമ്മൾ അടിയത്തെ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇനി ഏതായാലും ഫുള്ളായിട്ട് ഇവിടെ ക്ലോസറ്റ് വെച്ചതിന് ശേഷം സൈഡ് ഫുള്ള് കോൺക്രീറ്റ് നമ്മളെ കൊണ്ട് നിറയ്ക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, ഒരുപാട് കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ക്ലോസറ്റ് എടുക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ പൈപ്പൊക്കെ കാണാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മണ്ണ് കുറച്ച് ഉള്ളിലേക്ക് ഇടും. എന്നാൽ പോലും നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് കണ്ടുപിടിട്ടോ. ഞങ്ങളെ തരികിടകളാണ്, ഞങ്ങൾ പല കോലത്തിലും പല ആൾക്കാർക്ക് അനുസരിച്ച് പല ഐഡിയയും ചെയ്ത് കൊടുക്കും. അപ്പം പൈപ്പ് ഇവിടെ റെഡിയാണ്, ഫ്ലോർ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ആ ചുമര് ഫുള്ളായിട്ട് ഗ്രൗട്ട് അടിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഈ ചുമര് ഗ്രൗട്ട് ഏതായാലും മണ്ണിട്ട് മൂടും, ഗ്രൗട്ട് അടിച്ചിട്ട് ഇവിടെ അടി നല്ല തേച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും മണ്ണിട്ട് അരച്ചിട്ട് പിന്നെ മുകളിൽ നല്ല ഒരു ചാറ് കോൺക്രീറ്റ് ചെയ്ത് കണ്ട് നമുക്ക് ഏരിയ ഫിനിഷ് ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രൗട്ട് അടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മണ്ണ് ഭാഗം കവർ ചെയ്യണ കുളത്തിൽ, അതായത് ചിലപ്പോൾ അതിൻ്റെ പകുതിയോളം മണ്ണ് വരും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കയറ്റിയിട്ട് നമ്മളെന്ത് ഗ്രൗട്ടൊക്കെ അടിച്ച് പിന്നെ അടി ഫ്ലോറിലും ഗ്രൗട്ട് നല്ല പൊടിമണ്ണൊക്കെ അടിച്ച് വാരി വെച്ചാൽ മാത്രം ഗ്രൗട്ട് അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ഒന്നാന്തരം അടിച്ച് പൊളി മസാല, അതൊരു മരുന്നാട്ടോ. മരുന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ ആ ഗ്രൗട്ട് ചാറ് കണ്ടോ, സെറ്റായി. ഇനിയൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന ഒരു ബോക്സിൽ മീൻ കുളം ഉണ്ടാക്കാൻ പറ്റും, പടുതാകുളം. ഒരു കുഴപ്പമില്ല, മീനൊന്നും ഒടുക്കും പോവില്ല. നമ്മൾ ആ ചുമരുമ്മൽ ഗ്രൗട്ടിൻ്റെ ശേഷം നല്ല സ്ട്രോങ് സിമെൻറ്റ് അവിടെയും തേച്ച് ഉണ്ട്. അവിടെ തേച്ചെന്ന് മാത്രമല്ല, തേച്ചതിൻ്റെ സുഷിരങ്ങൾ അടയാൻ വേണ്ടിയിട്ട് വീണ്ടും ഗ്രൗട്ട് അടിച്ച്. നമ്മൾ ഇതേപോലെ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഈ റഫാക്കിയിട്ടാണ് ടൈലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റഫാക്കി തേച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ഗ്രൗട്ട് ചുമരിൽ വലിച്ചാൽ തന്നെ ഈ തേപ്പിൻ്റെ ഓട്ടകളൊക്കെ അടഞ്ഞ് പോയിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം ലീക്കൊക്കെ ഇല്ലാതാവും. പക്ഷേ പല ആൾക്കാരും ടൈൽസുമ മാത്രം സിമെൻറ്റ് വെച്ചിട്ട് ഒട്ടിക്കണോണ്ടാണ് ഈ ലീക്കുകൾ വീണ്ടും വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളെ ഐഡിയ പറഞ്ഞാണ്. ഇപ്പോൾ ഇവിടെ തീ കത്തിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ആ ട്രാപ്പ് അതിൽ വെച്ചപ്പോഴേ ഈ പൈപ്പ് സ്ലോപ്പിലാണ് ഇപ്പോൾ ഉള്ളിൽ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ക്ലൈൻറ്റിന് ഓവർ സെറ്റപ്പ് ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, ആ പൈപ്പിന്മേൽ തന്നെ ഒതുക്കിയെടുക്കണം എന്നാണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യം. അതുകൊണ്ട് നമ്മൾ ട്രാപ്പ് വെച്ചപ്പോൾ ചെറിയൊരു കയറ്റം കണ്ടോ, സ്ലോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഒന്ന് കറക്റ്റ് പതിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ നമ്മളെ PVC ഉണ്ടല്ലോ പൈപ്പ്, ആ പൈപ്പിന് നേരെ ഒന്ന് തീയിട്ട് ചൂടാക്കി ഒന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ലീക്കൊന്നും വരില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ പണിയൊക്കെ കാണുമ്പോൾ പല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ വെറും കള്ളപ്പണിയാന്നുള്ളത്. ഇതൊന്നും ഓടി ഒന്നും ആവില്ല. ഇതൊക്കെ ഗൾഫിലൊക്കെ ആണെങ്കിൽ 150 റിയാലിൻ്റെ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ക്ലോസറ്റ് മാത്രം വെച്ചാൽ സൗദിയിൽ നമ്മൾ 150 റിയാലാണ് വാങ്ങുന്നത്. ഇവിടെ അതൊന്നും കിട്ടില്ല, എന്നാലും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ ആ ട്രാപ്പയിൽ വെച്ച സമയത്തില്ലേ ക്ലോസറ്റ് ഒന്ന് വെച്ച് നോക്കി, അപ്പം ചെറിയൊരു കയറ്റം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ കയറ്റം നമ്മളെങ്ങനെ ഒതുക്കണമെന്നുള്ള ഐഡിയ പറഞ്ഞുതരാം. ഗ്രൈൻഡർ കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ സൈഡൊന്ന് ചെറുങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാണ്. അപ്പോൾ പല ആൾക്കാരും നമ്മളെ പണികൾ എപ്പോഴും നമ്മളെ ഐഡിയക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അയച്ചിട്ട് ലീക്കോ മണ്ണാങ്കട്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ 1, 2, 3, 4 വട്ടമൊക്കെ വെച്ചിട്ട് മാത്രം എടുത്ത് സെറ്റാക്കിയിട്ട് മാത്രം ക്ലോസറ്റ് വെച്ചാൽ മതി. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എടുക്കണ്ട, കരാറാക്കണ്ട, കൂലിപ്പണി എടുത്തോളി. ആ ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ ട്രാപ്പിൻ്റെ വക്കിലൊക്കെ എന്ത് ചെയ്തു, ഗ്രൗട്ട് പേസ്റ്റ് വെച്ച് കറക്റ്റ് അതിന് ഉള്ളിൽ ഒതുക്കി ഉന്തി കയറ്റി വെച്ചിക്കണ്. അപ്പോൾ ഉണ്ടോ, ഉന്തിയപ്പോൾ തന്നെ ആ ഗ്രൗട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് അതൊക്കെ തേച്ച് സെറ്റാക്കുക. പിന്നെ അവിടെ നമ്മൾ സീല ചുറ്റുട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇപ്പോൾ ആ ഒരു ട്രാപ്പ് നിൽക്കുന്നത് സ്ലേമലാട്ടോ, അതായത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലേമലാണ് ഇപ്പോൾ സാധനം പതിഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും ലീക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ ആ സ്പിറ്റിൽ വെച്ച സമയത്ത് തന്നെ നമുക്കവിടെ കാണാൻ പറ്റും കുറച്ചും പാട് എന്ത് ചെയ്യണമെന്ന് അറിയോ, അവിടെ സ്ലോപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഗ്രൈൻഡർ വെച്ചുകൊണ്ട് ചെത്താനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇതേപോലത്തെ പണികളൊക്കെ നമുക്ക് പലയാൾ എന്താ പറയുക, പലതും നമുക്ക് പല ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. ഇനി വേണമെങ്കിൽ ഈ കാണുന്ന ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഫുള്ള് തേച്ചിട്ട് വാട്ടർ പ്രൂഫ് അടിക്കുന്ന വരെ ഒലരാൻ കാത്തിക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ചില ആൾക്കാർക്ക് സാധാരണക്കാർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് തേച്ചിട്ട് ഇനി വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് മാത്രമേ ടൈലൊട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും ടൈമിങ്ങും അത്രയും ദിവസം പോവല്ലേ. പിന്നെ പണിക്കാരപ്പം നിർത്തി പോകേണ്ടി വരും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളൊരു പച്ചപ്പണി. ഇതിൻ്റെ കോസ്റ്റൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ക്ലോസറ്റ് ഫിറ്റ് ലെവൽ ചെറുതായതുകൊണ്ടാണ് നമ്മൾ 2 അടി കോൽമ വെച്ചത്. അതൊക്കെ നമ്മൾ ഐഡിയ കേട്ടോ, നമുക്ക് പല ഐഡിയകൾ ഓടി ഉപയോഗിക്കാം. അപ്പോൾ ആ കല്ല് കണ്ടോ, ആ കല്ല് വെച്ചത് എന്തിനാ പറയുക, കല്ലിൻ്റെ ആ കല്ലാണ് നമ്മളെ ലെവല്. അതിമൊന്നൊരു നൂൽക്ക് കുറച്ചിട്ടാണ് ഞാൻ ലെവലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ കല്ലിൻ്റെ ലെവലിൽ സിമെൻറ്റ് പരത്തുക. ആ കല്ലിപ്പം നിലത്ത് സിമെൻറ്റ് പരത്തിയവലാണ് നിൽക്കുന്നത്, അതൊന്നും ലീക്കൊന്നും വരില്ല കേട്ടോ. ഇനി ഇതേപോലെ സിമെൻറ്റ് പരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസറ്റ് വീണ്ടും വെച്ച് നോക്കുക. എല്ലാ സാധനങ്ങളും നമ്മൾ ഒറ്റയടിക്കന്നെ വെച്ച് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ സാധാ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത്രയും സിമ്പിൾ പരിപാടിയാണ്. യൂറോപ്പിൻ്റെ മാതിരി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, അത് വീണ്ടും നമ്മൾ വെച്ച് നോക്കണം എന്താ പാട് എന്നുള്ളത്. കാരണം ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണിട്ടുകാണ്ട് ഒരുപാട് വേറെ വർക്കുകളൊക്കെ വരാണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ സാധനം കണ്ടോ കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു. ആ ഹൈറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എവിടെയാണ് കുറയ്ക്കേണ്ടത്, എവിടെയെങ്കിലും സിമെൻ്റ് ആവാത്തത് ഉണ്ടോ, അതൊക്കെ ഒന്നും പാടെ കുറച്ച് കണ്ട് വീണ്ടും വെക്കുക. കാരണം ഒരു 2 ഇഞ്ചിൻ്റെ പണിയല്ലേ വരുന്നുള്ളൂ, ഒരു ടെൻഷനും ഇല്ല. പിന്നെ വീഡിയോ കാണിക്കുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് കല്ലി വല്ലി. അപ്പം ഞങ്ങൾ വീണ്ടും വടി വെച്ചു, സാധനങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കട്ടോ. അപ്പം നമുക്കിതിന്ന് പറയാനുള്ള കണ്ടൻറ് എന്താ വെച്ചാൽ ഇതേപോലത്തെ വർക്കുകൾ ഒരുപാട് വീട്ടിൽ നമുക്ക് ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ബാത്റൂമിൻ്റെ ചില വീട്ടിനൊക്കെ വാൾ ടൈൽ ഫുള്ള് പൊളിച്ചിട്ട് 4-2 ആക്കണേ. ഈ ചെറിയ ടൈലാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയോ, ഒരുപാട് ജോയിൻ്റ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഈ സെറാമിക് ചില വെള്ളം കുടിക്കുന്ന ടൈലൊക്കെ എന്താ പറയുക വലിച്ചു കണ്ട് അപ്പുറത്തേക്ക് തുപ്പുക ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇനി മുതൽ പുതിയ ബാത്റൂമൊക്കെ അപ്സ്റ്റെയറിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏതൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ നല്ല സെറ്റപ്പ് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ എടുത്ത് കാണിച്ചു കേട്ടോ. അത് കണ്ടാൽ നിങ്ങൾ എല്ലാ ഡൗട്ടും തീരും. പിന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതേപോലത്തെ പല തരികിടകളും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ 30 കൊല്ലത്തെ ഗ്യാരണ്ടി ഓൾറെഡി സൈറ്റ് വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഒരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും ആ ട്രാപ്പിൻ്റെ അവിടെ ഗ്രൗട്ട് വെച്ചു. ഇനി അവിടെ ലാസ്റ്റ് ഫിനിഷിങ് കഴിഞ്ഞ് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് വൈറ്റ് സിമെൻറ്റോട് സെറ്റാക്കിട്ടു. അത് കാണൂല പതിഞ്ഞിക്കണത്, വേറെ കാര്യം. അതിക്കൂടൊന്നും ഇനി വെള്ളം തെള്ളൂല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഒരു കോട്ടൺ സീൽ എടുക്കുക. ആ കോട്ടൺ സീൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗട്ട് വെള്ളത്തിൽ മുക്കുക. കണ്ടോ നല്ല കുറച്ച് കട്ടി വേണം കേട്ടോ. വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ കെട്ടി വെക്കുക. കണ്ടൊക്കെയാണ് ആ ജോയിൻറ്റിൽ. ആ ജോയിൻറ്റിലൊക്കെ നല്ല ഗ്രൗട്ട് പേസ്റ്റിനെ നിറച്ച് വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇനി ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, കാണുമ്പം കുറേ പ്ലംബിങ്ങാരൊക്കെ ഉണ്ടാവില്ലേ, ഓല കണ്ടു കാണെങ്കിൽ കുറ്റം പറയാനൊക്കെ ഉണ്ടാവും. അതിനോണ്ട് അപ്പം ഇതാണ് സാധാ ക്ലോസറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് പുറത്തേക്ക് ഇടുക. ഒരു ട്രാപ്പുമ്മൽ ഒരു പൈപ്പാണ് പുറത്തേക്ക് ഇട്ടിട്ട് അതിമ്മ ക്ലോസറ്റ് വെച്ചാൽ സാധാ ക്ലോസറ്റായി. പിന്നെ അത് എങ്ങനെ സീറ്റിംഗ് ആക്കി ഇരുത്തുന്നു എന്നുള്ളതിലാണ് ഒരു പണിക്കാരൻ്റെ മെയിൻ. പിന്നെ നമ്മൾ മണ്ണ് എടുത്തിടൽ തുടങ്ങിയിട്ട് അങ്ങോട്ടൊക്കെയാണ് ഫുള്ളായിട്ട് ഇതാ കണ്ടോ. മണ്ണ് എടുത്തിടുക എന്ന് മാത്രമല്ല, കാരണം ആ ഏരിയ ഫുള്ള് ഇപ്പം നമുക്ക് കോൺക്രീറ്റ് ചെയ്താൽ നടക്കില്ല. മണ്ണ് വല്ല തേപ്പൊന്നും മടർന്ന് വികാത്ത കോലത്തിന് നൈസാക്കിയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് നല്ല ഇടിച്ചമർത്തി. പിന്നെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഒരു പൈപ്പ് വരുന്ന ഒരു ഏരിയ ഉണ്ടാവും നമ്മളെ ഇതിൻ്റെ ബാക്കിൽ. അവിടെ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ ഒരു പേപ്പർ നനച്ചുകൊണ്ട് എന്താ വെച്ചുകൊണ്ട് തൽക്കാലം സിമെൻ്റ് ആക്കി വികാതെക്കാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഫ്ലഷ് ടാങ്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിക്ക് എന്ത് ചെയ്യുക, പൈപ്പ് കൊടുക്കും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ ആ ക്ലോസറ്റ് കണ്ടോ, നമ്മൾ 2 സൈഡിലൊക്കെ നല്ല മണ്ണിട്ട് തിരുമ്പി സെറ്റാക്കി ക്ലോസറ്റൊക്കെ വെച്ചാണ്. മണ്ണുമേലല്ല കുമ്മായ തന്നെ നല്ല ഒതുക്കി വെച്ചാണ്. പിന്നെ ആ ഒരു വാഷ് ബേസ് വാഷ് ബേസിന് ആപ്പാടെ അടിയിൽ 2 സ്ക്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഊരിക്കാണെങ്കിൽ ആ വാഷ് ബേസ് കിട്ടും. അതിൻ്റെ കാലെടുത്ത് അത് ക്ലൈൻറ്റ് പൊട്ടിക്കരുതെന്ന് പറഞ്ഞാണ്, അത് പൊട്ടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഗ്രൈൻഡിങ്. ഈ കാണുന്ന ഫ്ലോറിൽ ഏകദേശം ഹൈറ്റ് കുറയ്ക്കണമല്ലോ ക്ലൈൻറ്റിന്. ഇവിടെ എത്രയും കോൺക്രീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ആ ഫ്ലോർ പൊതുവെ നല്ല നനഞ്ഞിങ്ങനെ സെറ്റായി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഉളിയും ആമറൊക്കെ എടുത്ത് കൊത്തിയാൽ എന്താ കുഴപ്പമെന്ന് അറിയോ, ഫ്ലോറിൽ ഫുള്ളായിട്ട് എയർ വരും. അപ്പം ഉളി മാമറോട് ഉപയോഗിക്കരുത്. അവിടെ നമ്മളൊരു മെഷീൻ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി ഫുള്ളായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ. അവിടെ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താ അപ്പോൾ റൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ കോൺക്രീറ്റ് ചെയ്യണ്ടോ. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോസറ്റിൻ്റെ കാട്ടിയും 1 ഇഞ്ച് കുറച്ച് കണ്ട് കോൺക്രീറ്റ് ചെയ്യുക. ആ 1 ഇഞ്ച് എന്തിനാണ് കുറയ്ക്കണമെന്ന് അറിയോ, അത് നമ്മളെ സിമെൻറ്റിൻ്റെ കനാട്ടോ, കുമ്മായക്കാനം. കാരണം ടൈൽ എപ്പോഴാണ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ടൈൽ ഒട്ടിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും പാടെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ നമ്മൾ കേരളക്കാരാണ്, ചിലപ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോ അതിൻ്റെ ബാക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ കോൺക്രീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഒന്നും പാടെ ലാസ്റ്റ് ലെവലിങ് നോക്കുകയാണ്. പിന്നെ ഈ വക്ക് കണ്ടോ, ആ വക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പലകൊന്നും അടിക്കാതെ എന്ത് പൊട്ടമണിയാന്ന്. പൊന്നാര മക്കളെ, അവിടെ ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്നറിയോ, നമ്മൾ കുറച്ച് സിമെൻറ്റ് കൂട്ടുക, ടൈറ്റ് പൊടി നനയ്ക്കരുത്, ടൈറ്റ് പൊടി കൊണ്ടുപോയിക്കാണ്ട് അതെങ്ങനെയാണ് ഇട്ടുകാണ്ട് എന്ത് അവിടെ ഉരച്ചിപ്പല വെച്ചുകാണ്ട് ഒരു ഫ്രെയിമാക്കി എടുത്താൽ മതി. പിന്നെ അതൊക്കെ ടൈല് വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ നല്ല ചാറുള്ള അടിച്ചുപൊളി കോൺക്രീറ്റ് ആട്ടോ. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ റേഷ്യോ എത്രയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 ചട്ടി തേപ്പിൻ്റെ 3 ചട്ടി എംസാൻഡാണ്, 3 ചട്ടി മെറ്റലും 1 ചട്ടി സിമെൻറ്റ്. അതായത് മെയിൻ സ്ലേവിൻ്റെ മെയിൻ കോൺക്രീറ്റിൻ്റെ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആകപ്പാടെ 430 ഉറുപ്പ്യ ഉള്ളൂ. അതിന് നമ്മൾ ലാഭം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് നിൽക്കേണ്ട വർക്കാണ്. അതുകൊണ്ട് ക്ലോസറ്റ് വെച്ച് ക്ലോസറ്റ് കേകി, കാരണം ക്ലോസറ്റിൽ കുറച്ച് ചണ്ടിയും ചപ്പറൊക്കെ വീണുണ്ടാവും, അതൊക്കെ ഒന്ന് ചേകി വൃത്തിയാക്കി പിന്നെ ഗ്രൈൻഡ് ചെയ്ത് കണ്ടില്ല അടിയിൽ. അപ്പം ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് പറഞ്ഞാൽ ആ ഗ്രൈൻഡ് ചെയ്തമേൽ നമുക്ക് ഇനി പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവിടെ നമ്മളൊരു മരുന്ന് ഒഴിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെ സാധാ സിമെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ തേക്കാനും പടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സിമെൻറ്റ് തന്നെ ആ മിക്സിങ് ആയിട്ടുള്ള പൂയും സിമെൻറ്റും പാടെ അയക്ക് ഒന്നും പാടെ സിമെൻറ്റ് കൂട്ടിക്കാണ്ട് ഒഴിക്കുക. അതായത് ഗ്രൗട്ടും വെള്ളം മാത്രം ഒഴിക്കരുത്. ഗ്രൗട്ടും വെള്ളം മാത്രം ഒഴിച്ചാൽ പവർ കിട്ടൂല.
ഗ്രൗട്ടും വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ പച്ചപ്പൂയ എന്തെങ്കിലും എംസാൻ്റെ അതിലിട്ടുകൊണ്ട് നല്ല കലക്കിയിട്ട് അതങ്ങനെ ഒഴിച്ചുകാണ്ട് ഫുള്ള് ചൂലെടുത്ത് അടിക്കുക. അതിന് ശേഷം നമ്മളതിന്മേൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ 2-3 വീടുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിസൾട്ടൊക്കെ കറക്റ്റ് പോസിറ്റീവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, എക്സ്പീരിയൻസ് ആണ് നമ്മളെ ലൈഫിൽ എപ്പോഴും മാറ്റങ്ങൾ വരുത്തുക. അല്ലാതെ നമ്മൾ കോട്ടും സൂട്ടിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിച്ച എക്സ്പീരിയൻസിനെക്കാട്ടി നമുക്ക് ഒന്നും വേറെ കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ ഈ വർക്ക് ഫുള്ള് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കോസ്റ്റ് എത്ര വെച്ചാൽ, ഇനിയിപ്പോൾ 2 ടൈലൊട്ടിക്കാൻ വരും, നമ്മൾ തന്നെ ടൈലൊട്ടിച്ച് കാണിച്ചാൽ 2 പണിയും ഇത് പൊളിക്കാനും ഈ ഒരു ലെവലിലാക്കാനും ഒരാളെ കൂലി വന്നിട്ടുള്ളൂ 1000 ഉറുപ്പിക ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കോസ്റ്റ് കിട്ടിയില്ലേ. പിന്നെ 1000 ഉറുപ്പികേൻ്റെ ഒരു വർക്കിലാണ് ഈ ഫ്രെയിം ആക്കിയിട്ടുള്ളത്. ഇനി നാളെ വന്നിട്ട് നമ്മൾ 2 ആൾക്കാർ ടൈലൊട്ടിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മച്ചാന്മാർക്ക് ഇതിൻ്റെ അടിയിൽ വേറെ പണി നമ്മൾ കൊടുത്തിട്ടുണ്ട്, പോലെ ആ പണിയിലാണ്. അപ്പം ഇവിടെ ചെറിയൊരു കോസ്റ്റിൽ നടത്തിയൊരു വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ കമൻറ്റ് പറഞ്ഞുകൊണ്ട് കേട്ടോ, ഒന്നും മിസ്സാവില്ല. ഓക്കെ.